എത്തുമ്പോഴും ഭൂമിയുടെ ഉത്തര ധ്രുവം വലത്തോട്ട് തന്നെയാണ് ചെരിഞ്ഞിരിക്കുന്നുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ഇപ്പോ ഉത്തര ധ്രുവം സൂര്യനിൽ നിന്നും അകന്നു നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. സൂര്യന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലുള്ള ഭൂമി ഫുൾ റൗണ്ട് കറങ്ങുമ്പോഴും ഈ ഒരു ചെരിവ് ഈ ഒരു ദിശയിൽ തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക. വിദൂരമായ ഏതോ ഒരു വസ്തുവിന് നേരെ വിരൽ ചൂണ്ടി നിൽക്കുന്ന പോലെ. ആ വിദൂരമായ വസ്തുവിനെയാണ് നമ്മൾ ധ്രുവ നക്ഷത്രം എന്ന് വിളിക്കുന്നത്. ആ നക്ഷത്രത്തിന് ഭൂമിയുടെ ചെരിവുമായിട്ട് നേരിട്ടൊരു ബന്ധമില്ലെങ്കിലും ആ ഒരു നക്ഷത്രത്തിന് നേരെയായിട്ടാണ് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവുള്ളതെന്ന് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അല്ലെങ്കിൽ സൂര്യന്റെ ഈ ഭാഗത്ത് എത്തുമ്പോഴും ഭൂമിയുടെ ഉത്തര ധ്രുവം വലത്തോട്ട് തന്നെയാണ് ചെരിഞ്ഞിരിക്കുന്നുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ഇപ്പോ ഉത്തര ധ്രുവം സൂര്യനിൽ നിന്നും അകന്നു നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. സൂര്യന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലുള്ള ഭൂമി ഫുൾ റൗണ്ട് കറങ്ങുമ്പോഴും ഈ ഒരു ചെരിവ് ഈ ഒരു ദിശയിൽ തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക. വിദൂരമായ ഏതോ ഒരു വസ്തുവിന് നേരെ വിരൽ ചൂണ്ടി നിൽക്കുന്ന പോലെ. ആ വിദൂരമായ വസ്തുവിനെയാണ് നമ്മൾ ധ്രുവ നക്ഷത്രം എന്ന് വിളിക്കുന്നത്. ആ നക്ഷത്രത്തിന് ഭൂമിയുടെ ചെരിവുമായിട്ട് നേരിട്ടൊരു ബന്ധമില്ലെങ്കിലും ആ ഒരു നക്ഷത്രത്തിന് നേരെയായിട്ടാണ് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവുള്ളതെന്ന് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഭൂമിയുടെ അച്ചുതണ്ടിനെ കുറിച്ചും ആ അച്ചുതണ്ടിന്റെ ചെരിവിനെ കുറിച്ചും ഒരു സ്കൂൾ തലം തൊട്ടേ നമ്മൾ കേൾക്കുന്നതാണ്. ഭൂമിയുടെ സ്വന്തം അച്ചുതണ്ടിലുള്ള കറക്കം കാരണമാണ് പകലും രാത്രിയും ഉണ്ടാവുന്നത്. അതൊരു സാങ്കല്പിക അച്ചുതണ്ടാണ്. അതിനൊരു ചെരിവുണ്ട്. ആ ചെരിവ് മൂലം പല പ്രതിഭാസങ്ങളും ഭൂമിയിൽ ഉണ്ടാവുന്നുണ്ട്. തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഈ സാങ്കല്പിക അച്ചുതണ്ട് ഉള്ളത്. ഇത് സാങ്കല്പികമാണെന്ന് പറയാൻ കാരണം നമ്മൾ നോക്കിയാൽ അത്തരം ഒരു അച്ചുതണ്ട് അവിടെ കാണാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്.